ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒത്തിരി നാളിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ലാസ്റ്റ് എൻ്റെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ കോളേജിൽ കയറി പഠിക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് ഒരു 2 months ഒക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് എനിക്ക് സമയം കിട്ടിയില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടി. ഞാൻ കുറച്ചായിട്ട് എഡിറ്റ് ചെയ്ത് വന്നതാണ്. സോ യെസ്, ദിസ് ഈസ് മൈ കോളേജ് മൂവിങ് വ്ളോഗ്. അപ്പോൾ ഫൈനലി ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു വ്ളോഗായിരുന്നു ഇത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്ളോഗായിരുന്നു ഇത്, കോളേജിലേക്ക് മൂവ് ചെയ്ത വ്ളോഗ് കാണിക്കുക എന്നുള്ളത്. സോ ഞാൻ എവിടെയാണ് പഠിക്കുന്നത്, ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് തന്നത് October 2 ആയിരുന്നു. സോ അതിന് മുന്നേ അവിടെ എത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഇറങ്ങി. എനിക്ക് September 29 കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒന്നും ഫ്ലൈറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് കൊച്ചിയിൽ നിന്നാണ് ഞാൻ കയറിപ്പോയത്. കൊച്ചിയിൽ നിന്ന് മോർണിംഗ് ആയിരുന്നു എനിക്ക് ഫ്ലൈറ്റ്, 9 o'clock ഫ്ലൈറ്റ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സാറ്റർഡേ അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ദിവസം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. കണ്ണൂരാണ് എൻ്റെ വീട്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ എത്തണമല്ലോ. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ട്രെയിൻ വഴിയാണ് പോയത്. റോഡ് വഴി പോകുന്നത് മഹാബദ്ധമായതുകൊണ്ട് ട്രെയിൻ ജേണിയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തത്. അവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ട്രെയിന് കയറി. എന്നിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് അവിടെ എത്തി. അവിടെ ഞങ്ങളുടെ കസിൻ്റെ വീടുണ്ട്. സോ അവിടെ നൈറ്റ് സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പം രാവിലെ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. അവിടെ എത്തി. ബാക്കി ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അറിയാമല്ലോ, ആ ഒരു സമയത്ത് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. സോ അതൊക്കെ കഴിഞ്ഞു. സുഖമായി എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടന്നു. അങ്ങനെ ഫ്ലൈറ്റ് കയറി. പിന്നെ നേരെ ഡൽഹിയിലോട്ടേക്കായിരുന്നു. കൊച്ചിൻ ടു ഡൽഹി ആയിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ്. അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു എനിക്ക് എൻ്റെ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സോ 1 night ഡൽഹിയിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യെസ്, ഞാൻ എങ്ങോട്ടേക്കാണ് പോയത്, ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്, ഞാൻ നേരെ തജിക്കിസ്ഥാനിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ കൊച്ചിൻ ടു ഡൽഹി ടു ദുഷാൻബെ എന്ന് പറയുന്നത് തജിക്കിസ്ഥാൻ്റെ ക്യാപിറ്റലാണ്. അങ്ങോട്ടേക്കാണ് ഞാൻ വന്നത്. എനിക്ക് 30th ദുഷാൻബെയിലേക്കുള്ള ഫ്ലൈറ്റ്. സോ 1 night ഞാൻ അവിടെ ഡൽഹിയിൽ സ്റ്റേ ചെയ്തു. ആ സമയമാണ് ഞങ്ങൾക്ക് ബുക്സും പിന്നെ ഒരു ടാബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൈസയൊക്കെ ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടും ഞങ്ങൾക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ അതും കൂട്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് ഡേ നേരെ ദുഷാൻബെയിലേക്ക് ഫ്ലൈ ചെയ്തു. ആ വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് ഷോർട്സ് ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ആ തിരക്കിൻ്റെ നടുക്ക് എനിക്ക് എടുക്കാൻ ഓർമ്മയുണ്ടായിരുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എടുക്കാൻ പറ്റിയില്ല, അതാണ്. സോ എന്തുകൊണ്ടും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, വൈ തജിക്കിസ്ഥാൻ, അതേതാ സ്ഥലം, ഈ സ്ഥലത്തൊക്കെ പോയി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളത്. എനിക്ക് മനസ്സിലാകും, പുതുതായിട്ടൊരു സ്ഥലത്തിൻ്റെ പേരിങ്ങനെ എല്ലാവരും ഇങ്ങനെ കേൾക്കുമ്പം അത് MBBS പഠിക്കാമെന്ന് പറയുമ്പം ഇതാണെങ്കിൽ അത്ര വലിയ പറഞ്ഞ് കേട്ടിട്ടുള്ള സ്ഥലവുമല്ല. ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, റഷ്യ, ബാക്കി സ്ഥലങ്ങളൊക്കെ കുറേ പേര്, ജോർജിയ, അതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ട് ഞാൻ ഇതെടുത്തു എന്നുള്ളതിന് എനിക്ക് എൻ്റേതായ വ്യക്തിപരമായ പല റീസൺസ് ഉണ്ട്. സോ അതൊക്കെ ഞാനൊരു വീഡിയോയിലായിട്ട് നല്ല ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും. ഏതായാലും ഒരു പ്രാവശ്യം ഞാനൊരു നല്ല അടിപൊളി പണി കിട്ടി വന്ന ഒരാളാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കൺട്രി ചൂസ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അങ്ങനെ കണക്കാക്കിക്കോളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തജിക്കിസ്ഥാൻ ചൂസ് ചെയ്തത്. എന്തുകൊണ്ടും ബെസ്റ്റ് ഒരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിനെ കുറിച്ചും ഫ്ലൈറ്റിന് കിട്ടിയ ഫുഡിനെ കുറിച്ചൊക്കെ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിസ്താര എയർലൈൻസ് വഴിയാണ് ഫ്ലൈ ചെയ്തത് ഡൽഹി വരെ. അവിടുന്ന് പിന്നെ വേറെ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കാലം പോയ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇത്രയും വൃത്തിയായിട്ടൊരു ഫുഡ് എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എന്താ അറിയില്ല, കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഫുഡ് അങ്ങ് ശരിയായില്ല. ഒന്നാമതേ രാവിലെ നല്ല വിശന്നിരിക്കുകയായിരുന്നു. ഫ്ലൈറ്റിലെ ഫുഡിനെ മാത്രം വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്നൊന്നും അധികം കഴിച്ചില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടി, അതേതായാലും ഫ്ലോപ്പായെന്ന് മനസ്സിലായി. ബണ്ണും ബട്ടറും ഉള്ളതുകൊണ്ട് അത്രയും രക്ഷപ്പെട്ടു. ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് കിട്ടിയതൊക്കെ പറ്റുന്ന പോലെ കഴിച്ചു. അങ്ങനെ ഡൽഹി എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്.
ഡൽഹിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ടാബും ബുക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയത്. BDCൻ്റെ 4 വോളിയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാംസങ്ങിൻ്റെ ഒരു ടാബും. ഇത് രണ്ടും ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് തന്നത്. അതുകൊണ്ട് കൈ പിടിച്ചു, ലഗേജിലൊന്നും കയറ്റിയില്ല. ഓൾറെഡി വെയിറ്റ് അത്രയും ഇതായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഓവർ വെയിറ്റ് ആണെന്ന് വെച്ചിട്ട് എല്ലാം കൈ തന്നെ പിടിച്ചു. So 30th എനിക്ക് ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. അവിടുന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. വൈകിട്ടായപ്പോഴത്തേലും ഡുഷാൻബെ സിറ്റിയിൽ ഞാൻ കാലുകുത്തി. അപ്പം അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് നല്ല രസമായിരുന്നു. അന്നത്തെ ദിവസം അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അധികം തണുപ്പുണ്ടായിരുന്നില്ല, എന്നാലും പെട്ടെന്ന് ഇന്ത്യയിലെ ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പം ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ്. ഹോസ്റ്റലിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഹോസ്റ്റൽ വിശേഷങ്ങൾ, ഹോസ്റ്റൽ റൂം ടൂറൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന ദിവസം നല്ല ഐശ്വര്യമായിരുന്നു. കാല് കുത്തിയ സമയം തന്നെ ഇവിടെ എന്തെന്നറിയില്ല, പതിവില്ലാത്തൊരു കാര്യമായിരുന്നു, കറണ്ട് പോയി. അന്ന് രാത്രി അതുകൊണ്ട് റൂമിൽ കുറച്ച് നേരം ഇരുട്ടത്തിരിക്കേണ്ടി വന്ന് കയറിയ സമയത്ത് തന്നെ നല്ല ഐശ്വര്യമാണ്. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടി. നല്ല ബിരിയാണി ആയിരുന്നു, കുഴപ്പമില്ല. ഹോസ്റ്റലിലെ ഫസ്റ്റ് ഫുഡ് നൈസായിരുന്നു. അതിനുശേഷം സീനിയേഴ്സിനൊക്കെ പരിചയപ്പെട്ടു, കൂടെയുള്ളവരെയൊക്കെ പരിചയപ്പെട്ടു. നാട്ടിൽ നിന്ന് എനിക്ക് എയർപോർട്ടിൽ നിന്ന് പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അങ്ങനെ റൂംമേറ്റ്സായി. ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത്. സോ ഞാൻ എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ പഠിക്കുന്നത് അവിസന്ന തജീക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേര്. നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ വന്നു. എന്നിട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തം ഫസ്റ്റ് 1 വീക്ക് മൊത്തം ബിസി ആയിരുന്നു. ഇവിടെ വന്നിട്ട് 7th എനിക്ക് ക്ലാസ് തുടങ്ങിയത്. ആക്ച്വലി ഒരു 1 വീക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ഇതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വന്നിട്ട് നെക്സ്റ്റ് സൺഡേ ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. കോളേജ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫ്രഷേഴ്സ് ഡേ അല്ലേ, കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. അതൊക്കെ അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് വന്നപ്പോൾ മുതലുള്ള ഒരു ചെറിയ വിശേഷങ്ങൾ. അതും കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ഹെക്റ്റിക്കായി വരുന്നുണ്ട്. വലിയ ടൈറ്റ് ഷെഡ്യൂളൊക്കെ ആയി വന്നിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി കുഞ്ഞു വീഡിയോസിലായിട്ട് പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. പുതിയ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ഇനി ഇങ്ങനെ ഉഴപ്പില്ല, നല്ല കുട്ടിയായിട്ട് കറക്റ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ബൈ.